ഇന്നത്തെ നമ്മുടെ റെസിപ്പി നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴവും ബൂസ്റ്റും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വെറും 5 മിനിറ്റുള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരിഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു ജാറിലേക്ക് തന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്ക ഉണ്ടെങ്കിൽ 2-3 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നോർമൽ മധുരമാണ്. നന്നായിട്ട് മധുരം വേണമെങ്കിൽ 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഒരുപാടൊന്നും അരഞ്ഞു പോകേണ്ട, ഒരു തരിതരിയായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമ്മൾ ആ ചതച്ചെടുത്തിരിക്കുന്ന ആ തേങ്ങയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാൻ 1.5 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദ കുറേശ്ശെ ഇതുപോലെ ഒന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരുമിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു രീതിക്ക് വേണം ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇതിവിടെ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളവും ഒന്നും തന്നെ ചേർക്കാതാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഓരോ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യോ ഇല്ലെങ്കിൽ ഓയിലോ ഒന്ന് തൂത്തതിന് ശേഷം ഇതിൽ നിന്നും ഇതുപോലെ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാവേ. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഓരോ ബോൾസും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വേവാതെ വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്